ഹായ് നൗറിഷ് വേൾഡാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ പിറ്റേന്ന് കൂർഗിൽ ബൈക്കിൽ പോയത് മുതൽ തിരിച്ച് വീട്ടിലെത്തിയ വരെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നേ. എന്തിനാണ് പോകുന്നതെന്നറിയോ? കൂർഗിൽ കിട്ടുന്ന ഒരു സ്പ്രേ വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അപ്പം 6 മണിക്ക് നമ്മൾ പുറപ്പെട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ ചുരം വഴി വയനാട് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ചുരത്തിലൂടെ വയനാടൊക്കെ നമ്മൾ എൻ്ററായി. അവിടെ നിന്ന് പിന്നെ തോൽപ്പട്ടി ഫോറസ്റ്റിലേക്ക് അങ്ങ് കയറി കേട്ടോ. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര അങ്ങനെ തുടർന്നു. കാട്ടിൽ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. കാട് കാണാൻ തന്നെ അധികം കൊന്നപ്പൂക്കളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയാ അറിയോ കാണാൻ, ഒരുപാടുണ്ടായിരുന്നേ. പിന്നെ അതുകൂടാതെ എനിക്ക് പേരറിയാത്ത ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അതും ഈ റെഡ് പൂ, എനിക്കറിയില്ല എന്താണ് അതിൻ്റെ പേര്. പിന്നെ ഈ വൈറ്റ് പൂക്കളുള്ള മരം, അതെന്ത് ഭംഗിയറിയാം കാണാൻ. അതിൻ്റെ പൂ ഇതാണ് കേട്ടോ. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ റെഡ് പൂക്കളുള്ള ഈ മരം, എന്ത് ഭംഗിയാണ് ഇതൊക്കെ ഒന്ന് കാണാൻ തന്നെ. പിന്നെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ നമുക്ക് റോട്ടിൽ നിന്ന് കാണാൻ സാധിച്ചു കേട്ടോ. മെയിൻലി നമ്മുടെ മങ്കീസ് തന്നെ അവരൊരുപാട് ഉണ്ടായിരുന്നു, റോഡ് നിറയെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കാട്ടാന കൂട്ടത്തിനെ തന്നെ കണ്ടു കേട്ടോ. 3-4 പേരുണ്ടായിരുന്നു കേട്ടോ. അതിനെയും കണ്ട് അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴല്ല, ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ഒരു മാനിൻ്റെ കൂട്ടത്തിനെ തന്നെ കണ്ടു കേട്ടോ. എന്തോ ഭംഗിയാ അറിയാം അവയൊക്കെ കാണാൻ. അതിനുശേഷം നമ്മൾ തിരുനെല്ലി ടെമ്പിളിലേക്കുള്ള റോഡിൻ്റെ ഏകദേശം അവിടെ ആ ഉണ്ണിയപ്പക്കട ഉണ്ടല്ലോ, അവിടെ എത്തി. അവിടെ നമുക്ക് റൈറ്റ് വഴിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ കർണാടകയിലേക്ക് അങ്ങ് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ആ കർണാടക ചെക്ക് പോസ്റ്റ് നമ്മളങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായി. അവിടുന്ന് പിന്നെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ടായി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായി നമ്മൾ കാട്ടിക്കുളത്ത് വെച്ചിട്ട്. അവിടുന്ന് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് നാഗർഹോൾ വഴിയിലേക്ക്, ടൈഗർ റിസർവിലേക്കുള്ള വഴിയാണ്. അവിടേക്ക് നമ്മൾ പോകാൻ നിന്നില്ല, നമ്മൾ കൂർഗിലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ വഴി നീളം ഇനി കാണാൻ പോകുന്നത് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. കാപ്പി പൂത്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത്രത്തോളം കാപ്പിത്തോട്ടം കാണുന്നത് തന്നെ. അതും എൻ്റെ തൊട്ടടുത്തായിട്ട് അതൊന്നൊരു കാപ്പിപ്പൂവ് പറിച്ചിട്ടുണ്ടായി സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് സ്മെല്ല് അറിയോ, എന്ത് സ്മെല്ലാണ്, അടിപൊളിയായിരുന്നേ. അവിടുന്ന് പിന്നെ നമ്മൾ കൂർഗി എത്തുന്നതിന് മുമ്പായിട്ട് ഒരു എലിഫൻറ്റ് ക്യാമ്പാണ് കേട്ടോ കണ്ടത്. ഒരുപാട് ആനകളുണ്ടായിരുന്നേ. അവയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അടിപൊളിയായിരുന്നേ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏകദേശം ഇപ്പം കൂർഗിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു പെരിയപാറ്റ്ന എന്ന് പറയുന്ന ടൗണിലെത്തിയപ്പം അവിടെ ഇന്നാണ് ഈദ് വരുന്നത് കർണാടകയിൽ. അപ്പോൾ അവിടെ പ്രയർ ടൈം കഴിഞ്ഞിട്ട് അവരുടെ പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയമായിരുന്നു. റോഡ് നിറയെ ആളുകളായിരുന്നു. അപ്പം അതൊക്കെ കണ്ടു. അവരെ എന്താണ് നമ്മളെ വിഷ് ചെയ്യാറുണ്ടായിരുന്നല്ലോ, ഹഗ്ഗൊക്കെ ചെയ്തിട്ട്, അതൊക്കെ അവിടെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും. ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് കൂർഗിലുള്ള ഗോൾഡൻ ടെമ്പിൾ കേട്ടോ. നമ്മുടെ ടിബറ്റൻ ആളുകളുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ബുദ്ധിസ്റ്റ് മോങ്സുകളൊക്കെ ഉള്ള. അപ്പം വഴിയിൽ ഏകദേശം കയറിയത് മുതൽ അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അവർക്ക് വേണ്ട സ്കൂളുകളായിക്കോട്ടെ, ബാങ്ക്, ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട് അവർക്ക് ആ ഏരിയ തന്നെ. അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് കംപ്ലീറ്റ് വരുന്നത്. വഴിയിലൊക്കെ അവരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് സ്കൂളാണ് കേട്ടോ. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിട്ടുള്ളത് അവരുടെ സ്കൂളായിരുന്നു. പിന്നെ റോഡ് നിറയെ ഏറ്റവും കൂടുതൽ അവരാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ടൂറിസ്റ്റുകളുടെ ആ ഒരു ബഹളമേ ഉള്ളൂ, അല്ലാതെ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ടെമ്പിൾ കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ടിബറ്റൻ സ്റ്റൈലിലുള്ള, അവരുടെ ഒതൻറ്റിക് സ്റ്റൈലിലുള്ള മോമോസാണ് കേട്ടോ ആദ്യം ട്രൈ ചെയ്തത്. അടിപൊളിയായിരുന്നു. പിന്നെ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള തുപ്പിക്കായിരുന്നേ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിച്ചു. നേരെ പോയത് അവിടെയുള്ള കുറച്ച് ഷോപ്പിലേക്കാട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളൊരു സ്പ്രേ വാങ്ങിക്കാനാണ് വന്നിരുന്നത് എന്ന്. അപ്പോൾ അതൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തു. കൂടാതെ അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കഴിക്കാൻ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നമ്മളുടെ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഞങ്ങളുടെ ചാനലിൽ വരും കേട്ടോ. നിങ്ങൾ എന്തായാലും കാണാം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്നതായിരിക്കും.
നമ്മുടെ ചാനലിൽ. അപ്പം അതിനുശേഷം നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയിട്ടുള്ളത്. ഒരു പീസ്ഫുൾ ഏരിയ ആണ്. ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ അവിടെ വരുന്നത്. ഹസ്ബൻഡിൻ്റെ കൂടെ 2 തവണയും കൂടാതെ കോളേജിൽ നിന്നൊരു തവണ വന്നിട്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് കൂർഗിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. വരുന്ന വഴിക്ക് വയനാട് നമ്മൾ കൽപ്പറ്റയിൽ ചൂരൽമല നിവാസികൾക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ആ വീടൊന്ന് കാണാൻ വേണ്ടി പോയി. എന്ത് ഭംഗിയാണ് അറിയോ കാണാൻ. ഏകദേശം എല്ലാ വീടിൻ്റെ പണികൾ പൂർത്തിയാവാനായിട്ടുണ്ട്. കുറച്ച് ഏരിയയിലൊക്കെ ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അതും കണ്ട് നമ്മൾ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.